തിരുവനന്തപുരം മൃഗശാലയിലെ സിംഹവാലൻ കുരങ്ങ് ചത്തു. കുരങ്ങുകൾ തമ്മിലടിച്ചതിനെ തുടർന്ന് കുരങ്ങിന് മുറിവേറ്റിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനിരിക്കെ ഇന്ന് രാവിലെയാണ് ചത്തത്. ഇന്നലെ സിംഹവാലൻ കുരങ്ങിന്റെ കൂട്ടിൽ സൂപ്പർവൈസർ ഉണ്ടായിരുന്നില്ല. മൃഗശാല ഡോക്ടറോടും സൂപ്പർവൈസറോടും സൂ ഡയറക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ കുരങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ സിംഹവാലൻ കുരങ്ങ് ചത്തത്. ഇതിൽ എന്താണിപ്പോൾ സൂ അധികൃതർ നൽകുന്ന വിശദാംശങ്ങൾ? മൃഗശാല അധികൃതർ എന്താണ് പറയുന്നത്? സ്മൃതി, മിനിയാന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മൃഗശാലയിലെ ഒരു കൂട്ടിലുണ്ടായിരുന്ന 2 സിംഹവാലൻ കുരങ്ങുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഇതിൽ ഇപ്പോൾ ചത്ത കുരങ്ങിന് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് അന്ന് തന്നെ മൃഗശാലയിലെ ആശുപത്രിയിൽ ഈ കുരങ്ങിനെ പ്രവേശിപ്പിക്കുകയും വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തിരുന്നു. പുറമെ കാര്യമായ പരിക്കില്ലാത്തതിനാൽ തന്നെ പിന്നീട് ഈ കുരങ്ങിനെ വീണ്ടും കൂട്ടിലേക്ക് തിരിച്ചെത്തിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ വീണ്ടും ഈ കുരങ്ങ് അവശനായതോടുകൂടി തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും വിശദമായ പരിശോധനയിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, ആന്തരിക രക്തസ്രാവമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെ ഇതിനു വേണ്ടിയുള്ള ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കെയാണ് മരണം സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിംഹവാലൻ കുരങ്ങിന്റെ കൂട്ടിന്റെ സൂപ്പർവൈസർ ആയിരുന്നയാൾ മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ അവധിയെടുത്തു എന്നും ഇന്നലെ 3 സൂപ്പർവൈസർമാർ ഉണ്ടായിരുന്നതിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അത് ഈ കൂട്ടിൽ സൂപ്പർവൈസർ ഇല്ലായിരുന്നു എന്നുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൃഗശാല ഡയറക്ടർ ബന്ധപ്പെട്ട പരിശോധിച്ച ഡോക്ടറിനെയും അതിനോടൊപ്പം തന്നെ ഈ സൂപ്പർവൈസറിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സെൻട്രൽ മൃഗശാല അതോറിറ്റിയുടെ സിംഹവാലൻ കുരങ്ങിന്റെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഈ തിരുവനന്തപുരം മൃഗശാല. അതിനോടൊപ്പം തന്നെ വലിയ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനം കൂടിയാണ് സിംഹവാലൻ കുരങ്ങ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മൃഗശാല അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. സ്മൃതി. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.